സന്തോഷകരമായ ഒരു നിമിഷമാണ്. ക്യാമറകൾ മുഴുവൻ തിങ്ങി നിറഞ്ഞ് ഒരു ഹാളിൽ കാത്തിരിക്കുകയാണല്ലേ ഇവരെല്ലാവരെയും. ഓക്കെ, അപ്പോൾ അതെ, എത്ര തവണ കണ്ടാലും കേട്ടാലും മതിയാവാത്ത ഒരു സ്റ്റാർ ആണല്ലോ നടുക്കിരിക്കുന്നത്. കൂടെ ആ സ്റ്റാറിന്റെ കൂടെ അതിൽ അതെ ഒരു പിടി താരങ്ങൾ ജഗപക. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ് കേസേ ഹോ നാളെ 28-ാം തീയതി തിയേറ്ററിൽ എത്തുകയാണ്. അപ്പോൾ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് ആ ചിത്രത്തിന്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ 1-2 പ്രൊമോഷൻസ് ഒക്കെ നടത്തിയെങ്കിലും എല്ലാവരെയും അതിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അതിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. കാരണം സമയത്തിന്റെ ചില പരിമിതികൾ കൊണ്ടാണ്, ക്ഷമിക്കണം. പക്ഷെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എല്ലാ സിനിമകളുടെയും വിജയം. ഇന്നും ഒരു ചിത്രം ധ്യാനിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, മച്ചാന്റെ മാലാട്ട. അങ്ങനെ എല്ലാ ആഴ്ചയിലും സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും നാളെ പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രം ഇതൊന്നുമല്ല, ഇതിലൊക്കെ അതുക്കും മേലെ. അങ്ങനെ ആവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഏതായാലും നമ്മളോടൊപ്പം ഉള്ളത് ഇതില് രമേശ് പിഷാരടി ഗംഭീര വേഷമാണെന്ന് പറയുന്നു, ദിവ്യദർശൻ, ജീവ, എബിൻ, ഡോണി, ഡയറക്ടർ വിനയ് ജോസ്, ഇതിലെല്ലാം ഉപരി നമ്മളുടെ പ്രൊഡ്യൂസർ നമ്മളോടൊപ്പം ഉണ്ട്, ഡാവിൻ ചേട്ടൻ. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും ഇനി എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വല്ല പ്രതീക്ഷയുണ്ടോ, ഞങ്ങളുടെ പ്രതീക്ഷ എന്താണ്, ഇതെല്ലാം സംസാരിക്കാം. അപ്പോൾ ഇതിൽ ധ്യാൻ അഭിനയിക്കുന്നു എന്നതിലുപരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ധ്യാനിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ് ഈ ചിത്രത്തിലെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ള കാണിക്കുന്ന ഒരു ഹൈലൈറ്റ് വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം പ്രതീക്ഷ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാവും. ധ്യാന്റെ സ്ക്രിപ്റ്റ് വൈസ് ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടതാട്ടോ. ഞാൻ മതിയാക്കിക്കോളാം, ധ്യാൻ സംസാരിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ചിത്രത്തെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആദ്യം അതിനുള്ള അവസരം തരും. ആദ്യം പടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവർ സംസാരിക്കട്ടെ. ഇന്റർവ്യൂ ഒക്കെ ഹിറ്റാക്കിയതുപോലെ സാധാരണ ഇന്റർവ്യൂ ഹിറ്റാകാറുള്ളൂ, സിനിമ പൊതുവെ സോറി അല്ല എൻ്റെ ഇത് ഒരു ഹിസ്റ്ററി പരിശോധിച്ച ചെറിയ സിനിമയാണ്. പറഞ്ഞ പോലെ കുഞ്ഞു സിനിമയെ പറഞ്ഞു വരുമ്പോൾ ഒരു ഇന്റർവ്യൂവിലൂടെ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഒരു രാത്രി നടക്കുന്നൊരു സംഭവം, ആ സംഭവത്തിനെ ചൊല്ലി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതെങ്ങനെ റിസോൾവ് ആകുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു ബേസിക് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഈ 1 നൈറ്റ് സ്റ്റോറീസ് ഒക്കെ പൊതുവേ മലയാളത്തിൽ കുറവാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ വന്നിട്ടുള്ള 1 നൈറ്റ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ജാനമൻ പോലത്തെ സിനിമകളൊക്കെ. 1 നൈറ്റ് സ്റ്റോറി കഥ പറയാനുമ്പോൾ നമുക്ക് ഒരു എന്തൊക്കെ പറഞ്ഞാൽ റിസ്ക് എലിമെൻ്റ് ഉണ്ട്. കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്നൊരു സിനിമ, ഇത്രയും കഥാപാത്രങ്ങളുടെ സിനിമ, നമുക്ക് ഇവരൊന്നും എടുത്തെടുത്ത് ക്യാരക്ടറിനൊരു ഡെഫിനിഷൻ കൊടുത്ത് ഇതിനൊന്നും സമയമില്ല. നമ്മൾ നേരെ ഗേറ്റ് ക്രാഷ് ചെയ്യുന്ന പോലെ നേരെ സബ്ജക്റ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ സിനിമയിൽ തുടക്കം ഒരു പകലും പിന്നെ രാത്രി, ആ രാത്രി തീരുമ്പോഴേക്ക് ഈ സിനിമ അവസാനിക്കും. അപ്പോൾ ആ സംഭവം അല്ലെങ്കിൽ ആ ഇൻസിഡൻ്റ് ആണ് ഞാൻ ഇതിൽ പലരോടും അച്ഛൻ ഉൾപ്പെടെ എല്ലാവരുടെ അടുത്തും നറേറ്റ് ചെയ്ത് ഈ സംഭവമാണ്. ആ സംഭവം എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. ആ ഇൻസിഡൻറ്റ് നമുക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടും ഇത് സിനിമയായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പിന്നീട് ഇത് ഷൂട്ട് ചെയ്തതും. അല്ലെങ്കിൽ അത് രസകരമായിട്ടുള്ള കുറച്ച് നേരത്തെ പലപ്പോഴും ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിലുള്ള കോമഡി ഒന്നും സിനിമയിൽ കാണാറില്ലല്ലോ എന്നുള്ള പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ വലിയൊരു കോമഡി പടവും അല്ല, എന്നാലും വളരെ സിറ്റുവേഷനിലായിട്ടുള്ള ചെറിയ ചെറിയ നർമ്മ മുഹൂർത്തങ്ങളൊക്കെയുള്ള അത്യാവശ്യം പുതിയ ജനറേഷനിലുള്ളതും പിള്ളേർക്കും അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ഉള്ളൊരു ചെറിയ സിനിമ. ലിറ്ററലി ചെറിയ സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അച്ഛൻ, സൈജുവേട്ടൻ ഇവിടെ വരാതെ, അജു ഇവിടെ വന്നിട്ടില്ല, സുരഭി, തൻവി ഇവിടെ വന്നിട്ടുള്ള, പിന്നെ ബാക്കിയുള്ള നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സുധീഷൻ എന്തായാലും 28 നാളെ റിലീസാവുന്നു. വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പോകണ്ട. നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു സിനിമകൾ
വലിയ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, വലിയ സ്കെയിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ വലിയ സിനിമകൾ ഉണ്ടാകുമ്പോൾ, വലിയ ബജറ്റിൽ ഉണ്ടാകുന്ന സിനിമകൾ വലിയ വിജയം ഉണ്ടാകുന്നു. ഇപ്പോൾ ജനറലി നമ്മൾ കണ്ടുവരുന്ന കുഞ്ഞു സിനിമകൾ ഓടാൻ, അല്ലെങ്കിൽ കുഞ്ഞു സിനിമകൾ ആൾക്കാരിലോട്ട് എത്താനൊക്കെ ഒരു സമയം എടുക്കുന്നുണ്ട്. വേർഡ് ഓഫ് മൗത്തിലൂടെയൊക്കെയാണ് കുഞ്ഞു സിനിമകളൊക്കെ കയറിയിട്ടുണ്ടാകും. ആ രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എഴുതുന്ന സിനിമ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ചാനൽസിലും നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സാധനം തിയേറ്ററിലും റിഫ്ലക്റ്റ് ആവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാളെ ഫെബ്രുവരി 28-ന് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. അത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പല ഇൻ്റർവ്യൂകളൊക്കെ അവിടെ ഇവിടെയും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. നാളെ അതിൻ്റെ റിലീസാണ്. ഒരൊറ്റ രാത്രി കഥയാണ്. ഞാനും മജു വർഗീസും 2 പേര് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടാണ് അഭിനയിക്കുന്നത്. വളരെ എന്ന് വെച്ചാൽ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് പരിചയമുള്ള എല്ലാ പോലീസുകാരും എങ്ങനെയാണ് എന്ന് പറയുന്നില്ല, എങ്കിലും നമുക്ക് കണ്ടുപരിചയമുള്ള പോലീസുകാരുടെയൊക്കെ ചില സ്വഭാവങ്ങളൊക്കെ ഉള്ള പോലീസാണ്. ഇവരുടെ ഒരു സൗഹൃദത്തിൻ്റെയും ഇവരുടെ ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയത്തുള്ള അവരനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യങ്ങൾ കൊണ്ടുമെല്ലാം വളരെ രസകരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഞാൻ പറഞ്ഞ പോലെ ചെറിയ സിനിമ എന്നൊക്കെ പറയുമ്പം ഒരു എൻ്റർടൈനറാണ് എന്ന് നമുക്ക് പറയാം. പുതിയ കാലഘട്ടത്തിൻ്റെ നമ്മൾ പുതിയ ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈനർ സിനിമയാണ്. ഇപ്പം വലിയ തോതിൽ ത്രില്ലർ സിനിമകൾ ഒരുപാട് വരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയുള്ള ചില മാധ്യമ ചർച്ചകളിൽ സിനിമകൾ, അതിലെ വയലൻസ്, അതിൻ്റെ ഒരു അനുപാതമൊക്കെ വളരെ കൂടുതലാകുന്നു തുടങ്ങിയ ചർച്ചകളൊക്കെ നടന്ന ഒരു സാഹചര്യത്തിലൊക്കെ വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് നമുക്ക് വളരെ രസകരമായിട്ട് ചിരിച്ച മുഖത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന, എന്നാൽ ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്ന പുതിയ ആൾക്കാർ പലപ്പോഴും വളരെ ഈസിയായി സില്ലിയായി ഇതൊക്കെ ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കാണുന്ന ചില കാര്യങ്ങൾ ചെന്നൊരു പ്രശ്നത്തിലേക്ക് വീണാൽ അതിന് എന്തുമാത്രം ഗൗരവമുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇത്. ബാക്കി ഇനി പറഞ്ഞതുപോലെ നാളെയാണ് ഇത്. ആടിൻ്റെയും നടികപ്പേരെ കൂട്ടമനിയുടെയൊക്കെ പോലുള്ള ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സഹസംവിധായകനെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് വിനയ്. അപ്പോൾ വിനയുടെ ആ ഒരു അനുഭവ പരിചയം, ഇവരുടെ സൗഹൃദം, ധ്യാനിൻ്റെ സ്ക്രിപ്റ്റ്, ഡാർവിൻ ചേട്ടൻ അതിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. ഇനി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ, ഒറ്റയ്ക്കിരുന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല.